ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു ദിവസത്തിൻ്റെ നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എല്ലാവരും സുഖമായും ശുഭമായും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ദൈവമക്കളെയും ഇന്നത്തെ സാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാനുള്ളതായ ഭാഗം ദുർഘടം പിടിച്ച തുടക്കം ആണ്. മനപ്പാഠവാക്യമായിട്ട് നൽകിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. അതിനുശേഷം മോശയും അഹരോനും ഫറവോനോട് ചെന്ന് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ എനിക്ക് ഒരു ഉത്സവം ആഘോഷിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയക്കാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ശബ്ദം കേൾക്കേണ്ടതിന് അവൻ ആരാണ്? എനിക്ക് യഹോവയെ അറിയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു ദിവസത്തിനായി സ്തോത്രം. കർത്താവേ, ഈ സമയം മുതൽ അല്പസമയം വരെ കർത്താവേ, അടിയങ്ങൾ ഈ ആഴ്ചയിലുള്ളതായ പാഠപഠനം ചിന്തിക്കുവാനും പോവുകയാണ്. സ്വർഗത്തിലെ ദൈവമേ, അടിയങ്ങളോട് കൂടിയിരുന്ന് പരിജ്ഞാനവും വിവേകവും ബുദ്ധിയും നൽകി തരുമാറാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നിവിടെ പഠിക്കുന്നതായ ചിന്തിക്കുന്നതായ ഭാഗങ്ങൾ കർത്താവേ, ഈ അന്ത്യനാളുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അടിയങ്ങൾക്ക് ഒരു പ്രചോദനമായി തീരുവാൻ സഹായിക്കണം. അതിനനുസരിച്ച് അടിയങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും സഹായിക്കണം. കേൾവിക്കാരായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ് അവരെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ഒരിക്കൽ കൂടെ ഇന്നത്തെ സാബത്ത് സ്കൂൾ ഡിസ്കഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നാം ഈ ഒരു ക്വാർട്ടറിൽ ഉടനീളം പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത് ഓൾറെഡി നമ്മൾ 2 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഇത് 3-ാമത്തെ പാഠമാണ്. പുറപ്പാട് പുസ്തകത്തെ ആധാരമാക്കിയാണ് നാം ഈ ഒരു 3 മാസത്തിൽ ഈ ഒരു ക്വാർട്ടറിൽ പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നാം ഈ പുറപ്പാട് പുസ്തകം എക്സഡസ് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. വീണ്ടും എന്തിനാണ് ഇത്തരത്തിൽ ഉള്ളതായ പഠനം നാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്? വചന പഠനം നല്ലതാണ്. എന്നിരുന്നാലും അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു എന്തിനാണ് ഇതൊക്കെയും നൽകിയത്, എന്ത് കാരണത്താലാണ് നമ്മുടെ പിതാക്കന്മാർക്ക് ഇങ്ങനെ സംഭവിച്ചത്. ആ സംഭവിച്ച കാര്യങ്ങൾ ഈ അന്ത്യനാളുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് എന്തായിരിക്കണം എന്നും അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം അതിൻ്റെ 10-ാം അധ്യായം ആദ്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അത് കാണുവാൻ കഴിയുന്നു. എന്ത് ഉദ്ദേശത്തോടെയാണ്? സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റു. മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതു നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. വീണ്ടും
11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ സുപരിചിതമായ ഭാഗമാണ്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെയും വീണ്ടും നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ മറന്നു പോകരുത്. കർത്താവായ ദൈവം ഒരു പ്രത്യേകമായി ദൈവജനത്തെ സമൂഹത്തിൽ നിന്നും വിളിച്ച് വേർതിരിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനായിട്ട് ദൈവത്തിൻ്റെ വഴിയിൽ അവരെ വിളിച്ചു. എന്നിരുന്നാലും അവരിൽ പലരും ദൈവത്തോട് മത്സരിച്ചതിനെ തുടർന്ന് അവർക്കാർക്കും ദൈവത്തോടു കൂടെ വസിപ്പാനോ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ആ ഒരു ദേശത്തേക്ക് എത്തിപ്പെടാനോ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതൊക്കെയും ഒരു എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുൻപിലുണ്ട്. കാരണം നാം ഓരോരുത്തരും അവസാന നാളുകളിലെ അന്ത്യനാളുകളിലെ അന്ത്യസമയങ്ങളിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിപ്പാൻ തക്കവണ്ണം നാം ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തോട് മത്സരിക്കുവാനോ എതിർക്കുവാനോ നിൽക്കാതെ ദൈവം എന്തു പറഞ്ഞോ അതനുസരിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ നാം ഒരുങ്ങണം. നമുക്കെല്ലാവർക്കും ദൈവം ഒരു വാഗ്ദത്ത ദേശം പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അല്ലെങ്കിൽ അങ്ങോട്ട് പ്രവേശിപ്പാൻ തക്കവണ്ണമാണ് നാം ഈ ഭൂമിയിൽ അല്പകാലം ജീവിക്കുന്നത്. ഈ അല്പകാലം നമ്മൾ ജീവിക്കുമ്പോൾ ദിസ് ഈസ് എ ട്രെയിനിങ് പീരീഡാണ്. നമുക്ക് ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻഡ് ആയ ആളുകളായിരിക്കണം. പിന്നീടുള്ളതായ ആ സ്വർഗീയ കനാൻ ദേശം അവകാശമാക്കുമ്പോൾ നാം അതിലേക്ക് എത്തിപ്പെടുവാൻ തക്കവണ്ണം നമ്മളെന്താണ് അതിൽ എലിജിബിൾ ആയിരിക്കണം. അതിനു വേണ്ടിയുള്ളതായ പ്രിപ്പറേഷനാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിപ്പാൻ തക്കവണ്ണം സൂക്ഷിക്കുക. അതുകൊണ്ട് ഈ കഴിഞ്ഞു പോയതായ ഓരോ സംഭവങ്ങളും വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മളെന്താണ് ഓർമ്മയിൽ ഉണ്ടാകണം, നമുക്ക് ഓർമ്മ വരണം ഇതൊക്കെ അവർക്ക് സംഭവിച്ചു. ഈ അന്ത്യനാളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കോ അല്ലെങ്കിൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ സംഭവിക്കാതിരിപ്പാൻ തക്കവണ്ണം ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് നാം നല്ല തീരുമാനം എടുക്കുക. ഈ ആഴ്ചയിലെ പാഠം ദുർഘടം പിടിച്ച തുടക്കം, റഫ് സ്റ്റാർട്ട്. ഒരു ദുർഘടം എന്ന് പറയുന്നത് കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ ഒരു അനുഭവം. ആ ഒരു തുടക്കത്തിൽ നിന്നും തുടങ്ങുകയാണ്. കർത്താവായ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ആ ദേശം അവകാശം ആക്കുവാൻ തക്കവണ്ണം പോകുന്നത് നമ്മൾ ഈ ഒരു ഭാഗങ്ങളിലൂടെ കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ആ വാഗ്ദത്തം അവിടെ നൽകുന്നു. എന്നാൽ 400 സംവത്സരം 400 വർഷം സ്വന്തമല്ലാത്ത ദേശത്ത് ദൈവജനം ജീവിക്കും. 70 പേരോട് കൂടെ വന്നതായ ആ ദൈവജനം 430 വർഷക്കാലം അവിടെ ജീവിച്ചു. എന്നാൽ ആ 430 വർഷക്കാലവും അവരവിടെ അടിമകളായിട്ടല്ല ജീവിച്ചുകൊണ്ടിരുന്നത്. ആ ആദ്യത്തെ ആ ഒരു ടൈം പീരീഡ് നമ്മൾ നോക്കുമ്പോൾ യോസെഫിനെ അറിയാത്ത ഫറവോൻ വരുന്നത് വരെയും അവർ വളരെ നല്ല രീതിയിലായിരുന്നു അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഗോഷേർ ദേശം തന്നെയാണ് ഏറ്റവും നല്ല ഒരു ദേശം തന്നെയാണ്, ഈജിപ്തിലെ നല്ല ദേശം തന്നെയാണ് ഇസ്രായേൽ മക്കൾക്ക്, എബ്രായർക്ക് ആ ഫറവോൻ നൽകിയത്. അങ്ങനെ അവർ വളരെ സമ്പത്തായി നല്ല രീതിയിൽ പെരുകി. പിന്നീട് കാലക്രമേണ ഫറവോന്മാർ മാറി മാറി വന്ന് യോസെഫിനെ അറിയാത്ത ഫറവോൻ വരികയും അങ്ങനെ ഇസ്രായേൽ മക്കളെ നോക്കുമ്പോൾ അവരൊക്കെയും എണ്ണത്തിൽ ബലപ്പെട്ട് വളരെയധികം കായിക ബലവും ശക്തിയും ഉള്ളവരായി തീർന്ന് വന്നിരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ അവരെ അടിച്ചമർത്തുവാൻ തക്കവണ്ണം നോക്കുന്ന ആ ഒരവസ്ഥ എത്തി. അങ്ങനെ അവർ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, കണ്ണുനീരിൻ്റെയും പ്രയാസത്തിൻ്റെയും കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും മുറിവുകളുടെയും അവസ്ഥയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത ആ ദേശം അവകാശമാക്കുവാനുള്ളതായ ഏകദേശ സമയം അടുക്കുവാൻ തക്കവണ്ണം പോകുന്നു. അല്ലെങ്കിൽ നാലാം തലമുറക്കാർ ഈ ദേശത്തേക്ക് മടങ്ങി വരും എന്നുള്ളതായ ആ ഒരു പ്രോമിസ് ദൈവം ഓർക്കുന്നു. അപ്പോഴേക്കും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയിരുന്നു. അങ്ങനെ ദൈവജനത്തിൻ്റെ
ആ മുറവിളിയും കഷ്ടതയും സങ്കടവും ദൈവം കേൾക്കുന്നു. ഇതൊക്കെയും നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നീട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ, അവിടെ മോശെ ജനിക്കുന്നു, മോശയുടെ വളർച്ച, മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നു, മോശയെ ദൈവം ആരാണെന്ന് കാണിക്കുന്നു. മുൾപ്പടർപ്പിൽ കത്തുന്ന മുൾപ്പടർപ്പൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അവിടെ യഹോവയായ ദൈവത്തെ കുറിച്ച് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയായ ദൈവമാകുന്നു എന്ന് മോശയോട് പറയുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും മോശ കേൾക്കുകയും മോശ ഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മോശയെ ഫറവോൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ജനത്തെ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ആയിട്ട്, അല്ലെങ്കിൽ ഉത്സവം ആചരിപ്പാനായിട്ട് എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് മോശയോട് ദൈവം കൽപ്പിക്കുകയാണ്. അങ്ങനെ കൽപ്പിക്കുമ്പോൾ മോശെ അവിടെ ചെന്ന് പറയുമ്പോൾ ഫറവോൻ്റെ മറുപടി, അതുപോലെ ആ ജനത്തിൻ്റെ മറുപടി, അതുപോലെ അവസാന ദൈവത്തിൻ്റെ മറുപടി എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ആഴ്ചയിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് പരീക്ഷണങ്ങൾ, പ്രയാസങ്ങളൊന്നും വരത്തില്ല എന്നല്ല. കഷ്ടപ്പാടുകൾ വരും, ദുഃഖങ്ങൾ വരും, സങ്കടങ്ങൾ വരും. എന്നാൽ അതിനൊക്കെയും ഓവർകം ചെയ്തുകൊണ്ട് ജീവിക്കണം, അതിനൊക്കെ അതിജീവിക്കണം. അങ്ങനെ വേണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയം പൂണ്ടുകൊണ്ട് ജീവിക്കുക. നമ്മൾ ദൈവത്തെ തന്നെ വിശ്വസിക്കുക. ദൈവത്തെ ഒരിക്കലും അവിശ്വസിക്കുവാൻ തക്കവണ്ണം പാടില്ല. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാകൊണ്ട് നാം ദൈവത്തിൽ ഒരിക്കലും അവിശ്വസിക്കുവാൻ തക്കവണ്ണം പാടില്ല. നമുക്ക് പരീക്ഷണങ്ങൾ വരും, പക്ഷെ അതൊക്കെയും തരണം ചെയ്യുവാൻ ദൈവം ഒരു സൊല്യൂഷൻ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ വിശ്വസ്തരായി നിലനിൽക്കുക. യാക്കോബിൻ്റെ ലേഖനം 1:12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്ന് വലിയൊരു പ്രോമിസ് അവിടെ നൽകുന്നു. സ്വർണ്ണമൊക്കെയും ഒരുക്കുന്ന സമയത്ത്, അതിലുള്ളതായ ആ പ്യൂരിഫിക്കേഷൻ സമയത്ത്, പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് സ്വർണ്ണത്തിലുള്ളതായ അഴുക്കുകൾ പൂർണ്ണമായും നീക്കം ചെയ്യുവാൻ വേണ്ടി അതിനെ ഹൈ ടെമ്പറേച്ചറിലൂടെ കടത്തിവിടും. ഫർണസിലൂടെ കടത്തിവിടുന്ന സമയത്ത് അത് വളരെയധികം മെൽറ്റാവും, ഉരുകി ആകൃതിയൊക്കെയും മാറി വളരെ മെൽറ്റായി ഉരുകി ഒലിക്കുന്ന അവസ്ഥ. അങ്ങനെ വളരെയധികം ആ പ്രയാസത്തിലൂടെ, ആ തീച്ചൂളയുടെ കഷ്ടതയുടെ അനുഭവത്തിലൂടെ ആ സ്വർണം ലോഹം കടന്നുപോയി അവസാനം എത്തുന്ന സമയത്ത് അത് വളരെയധികം ഇറ്റ് വിൽ ബി പ്രിഷ്യസ് വൺ, വളരെയധികം മൂല്യമേറിയ ഒരു വസ്തുവായി, ലോഹമായി മാറും. പക്ഷെ അതിനു മുൻപായിട്ട് ആ ലോഹം അനുഭവിച്ചതായ ആ തീച്ചുള്ളിയുടെ അനുഭവമൊക്കെയും കടക്കേണ്ടതുണ്ട്. അതൊക്കെയും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അതിനൊക്കെയും കടന്നാൽ നമ്മൾ വായിച്ചതുപോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക്, കർത്താവ് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം അവർ പ്രാപിക്കും. അതിനായാണ് നാം ഓരോരുത്തരും ഈ അന്ത്യനാളുകളിൽ വിശ്വസ്തയോടെ സത്യസഭയുടെ അംഗമായിട്ട് ജീവിക്കുന്നത്. നാം നമ്മെ തന്നെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. അങ്ങനെ മോശെ ചെന്ന് ഫറവോനോട് പറയുന്നു. അങ്ങനെ ഫറവോൻ്റെ മറുപടിയാണ് നാം ആദ്യത്തെ വാക്യങ്ങളിൽ മനപ്പാഠവാക്യമായിട്ട് വായിച്ചു കേട്ടത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മോശെ ഫറവോൻ്റെ അടുക്കൽ പോയി. മോശെ ഫറവോനോട് പറയുകയാണ്, എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം പറയുന്നു. 3:10 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു. അങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് എൻ്റെ ജനത്തെ വിട്ടയക്കുക, ദൈവത്തെ, യഹോവയായ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം വിട്ടയക്കുക. അപ്പോൾ ഫറവോൻ്റെ പ്രതികരണം എന്തായിരുന്നു നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഞാൻ ഈ ദൈവത്തെ, നീ പറയപ്പെടുന്ന ദൈവത്തെ ഞാൻ എന്താണ് അറിയുന്നില്ല, അവൻ ആരാണ്, എന്ത് പ്രാധാന്യമാണ് അവനുള്ളത് എന്നൊക്കെയുമുള്ളതായ ഒരു ഫറവോൻ തന്നെയാണ് ദൈവം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം. എന്നാൽ ഈ ഫറവോനെയും അവൻ ഭരിക്കുന്ന ഈജിപ്തിനെയും സകല ചരാചരങ്ങളെയും ഈ ഭൂമിയെയും യൂണിവേഴ്സിനൊക്കെയും സൃഷ്ടിച്ച ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് ഫറവോന് മനസ്സിലായില്ല. പിന്നീട് അത്തരത്തിലുള്ള ഒരു ജീവനുള്ള ദൈവം ഉണ്ട് എന്ന് ഫറവോന്
മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ തുടർന്ന് വായിക്കുന്നത്. അങ്ങനെ വലിയ അത്ഭുതങ്ങളൊക്കെയും കാണിച്ച് ദൈവം തൻ്റെ ജനത്തെ ആ അടിമ നുകത്തിൽ നിന്നും വിടുവിച്ച് വാഗ്ദത്തം ചെയ്ത ആ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ 40 വർഷം അവർ കൊണ്ടുപോയി, അല്ലെങ്കിൽ അവർ ദൈവത്തിൻ്റെ കീഴിൽ ആയി ആ കനാൻ ദേശത്തേക്ക് എത്തുവാൻ തക്കവണ്ണം പോവുകയാണ്. പക്ഷേ അത് നമുക്കറിയാം അതിൻ്റെ അവസാനം എന്താണെന്ന്. വളരെ വിഷമം നമുക്ക് തോന്നും. അങ്ങനെ 2 പേർ, വാഗ്ദത്തം കേട്ട് 2 പേരാണ് അവിടെ എത്തിയത്, ജോഷുവ ആൻഡ് കാലേബ്. അതിനു മുൻപായിട്ടുള്ളതായ പലർക്കും എന്ത് സംഭവിച്ചു? പലരും മത്സരികളായി തീർന്നു, പലരും പിറുപിറുത്തു, പലരും ദൈവത്തിൽ അവിശ്വസിച്ചു. അതിൻ്റെയൊക്കെ ഫലമായി ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത വലിയ നല്ല ദേശം അവകാശമാക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞില്ല എന്ന് കാണുവാൻ സാധ്യമാകുന്നു. ഇവരൊക്കെയും നയിക്കുവാൻ തക്കവണ്ണം ദൈവം മോശെ എന്ന ലീഡറിനെ, മോശെ എന്ന പ്രവാചകനെ നിയമിച്ചു. ഫറവോന് മോശയെ ദൈവമാക്കി യഹോവയായി ദൈവം വെച്ചു. ഇസ്രായേൽ ജനങ്ങൾക്ക് പ്രവാചകനായി അഹരോനെയും അവിടെ വെച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ പലരും ഇന്നത്തെ ലോകത്ത് പലരും പറയുന്നു, യഥാർത്ഥത്തിൽ ദൈവമുണ്ടോ? യഥാർത്ഥ ജീവനുള്ള ദൈവമുണ്ടോ? നിരീശ്വരവാദികൾ അത്തരത്തിലുള്ള പല പ്രഖ്യാപനത്തിലൂടെയും കടന്നു പോകുമ്പോൾ വിശ്വാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും വിശ്വസിക്കേണ്ടതുണ്ട്. നമ്മൾ വിശ്വാസികളെന്ന് പറയുമ്പോഴും നമ്മൾ വിശ്വസിക്കുക യഥാർത്ഥത്തിൽ ജീവനുള്ള ദൈവം ഉണ്ട് എന്ന്. ആ ജീവനുള്ള ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ 2ാമത്തെ വരവിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും ഒരുങ്ങുന്നത്. മറ്റുള്ളവരെ ഒരുക്കുവാൻ വേണ്ടിയും ദൈവം നമുക്ക് ഒരു പ്രത്യേക ദൗത്യം നൽകിയിട്ടുണ്ട്. നമ്മൾ എത്ര പേർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക. സത്യസഭയെക്കുറിച്ചും ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ചും ത്രിവിധ ദൂതിനെക്കുറിച്ചും നമ്മിൽ എത്ര പേർ മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്ന് നാം ചിന്തിക്കുക. നമ്മിൽ വരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും നാം എപ്പോഴും കഴിവുകൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നവരാണോ എന്ന് നാം ചിന്തിക്കുക. അങ്ങനെ ആ ദുർഘടം പിടിച്ച അവസ്ഥ നമ്മൾ ചിന്തിക്കുമ്പോൾ ഫറവോൻ പറയുകയാണ്, എന്താണ്? ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ശബ്ദം കേൾക്കേണ്ടതിന് അവനാരാണ്? യഹോവയായ ദൈവം ആരാണ്? ഞാനാണ് ഇവിടെ ദൈവം. ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണുവാൻ കഴിയുന്നു. എനിക്ക് യഹോവയെ അറിയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് ഫറവോൻ്റെ മറുപടി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനുശേഷം ഇസ്രായേൽ ജനമൊക്കെയും കാത്തിരിക്കുന്നത് തങ്ങളെ ഈ പ്രയാസത്തിൽ നിന്നും വിടുവിപ്പാൻ തക്കവണ്ണം ദൈവം വരും, അത് മോശയിൽ കൂടിയാണ് എന്നും പലരും വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ച് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും ഈ കാര്യമൊക്കെയും മോശ ഫറവോനോട് ചെന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫറവോൻ വീണ്ടും അവരിൽ ഊഴിയ വേലക്കാരെ അയച്ച്, അല്ലെങ്കിൽ കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന ഒരവസ്ഥ, കൂടുതൽ അവരെ കഷ്ടപ്പെടുത്തുന്ന അവസ്ഥ, അവർക്ക് വൈക്കോലുകളെ നൽകാതിരിക്കുന്ന അവസ്ഥ, ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുവാൻ ഇനി നിങ്ങൾ സ്വന്തമായി വൈക്കോൽ കണ്ടുപിടിക്കണം. ഫറവോൻ ഞാൻ തരത്തില്ല, ഞാൻ നിങ്ങളെ കൂടുതൽ കഷ്ടപ്പെടുത്തുവാൻ തക്കൊണ്ട് പോകുന്നു. ഇത് കേട്ടതോടുകൂടി അവർ കഷ്ടതയിലായിരുന്നതിനെ തുടർന്ന് മോശയിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം ജനത്തിന് നഷ്ടപ്പെട്ടു വരുന്ന അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്ന കാര്യം, ജനത്തിൻ്റെ മറുപടി എന്താണ്? പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവരോട് നിങ്ങൾ ഫറവോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മുൻപാകെ ഞങ്ങളെ നാറ്റി, അല്ലെങ്കിൽ എന്താണ്, ഞങ്ങളെ ആകെ വിഷമിപ്പിച്ചു, ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തുകൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവം മോശയ്ക്ക് നൽകിയ അടയാളങ്ങൾ ജനങ്ങളുടെ മുൻപാകെ മോശെ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ കാണിച്ച് പ്രവർത്തിച്ചു. ഓരോ അടയാളങ്ങൾ കാണിക്കുമ്പോഴും ജനത്തിന് കൂടുതൽ ആവേശവും സന്തോഷവും വരികയാണ്. കാരണം മോശെ പറയുന്നത് ശരിയാണ്, ഞങ്ങളെ വിടിയിപ്പാൻ തക്കവണ്ണം ശക്തനായ ദൈവമുണ്ട്. ആ അനുഭവത്തിലിരിക്കുമ്പോൾ വീണ്ടും ഫറവോൻ പ്രയാസത്തിൻ്റെ അനുഭവത്തിലൂടെ അവരിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ആ സമയത്ത് ജനത്തിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. നമ്മൾ പ്രത്യാശിച്ചിരിക്കുമ്പോൾ കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും.
എന്നുള്ള വലിയ പ്രത്യാശ നമ്മൾ ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും പ്രയാസവും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ അലയടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഭൂരിപക്ഷം പേരും ദൈവത്തിലുള്ള വിശ്വാസം വിട്ടുകൊണ്ട് ത്യജിച്ചുകൊണ്ട് പലരും പോകും. ഇയ്യോബിനെ കുറിച്ച് നമുക്കറിയാം. വളരെ കഷ്ടപ്പാടിലൂടെ വന്നു. തനിക്കുള്ള എല്ലാ മക്കളും സമ്പത്തും കന്നുകാലികളും എല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ പറഞ്ഞു, യഹോവയെ ദൈവത്തെ നീ സേവിച്ചു വരുന്ന ദൈവത്തെ ത്യജിച്ചു പറഞ്ഞുകൊണ്ട് എന്താണ് മരിച്ചു കളയുന്നതൊക്കെ ആവശ്യപ്പെടുകയാണ്. ഇയ്യോബ് അത് ചെയ്തില്ല. ഇയ്യോബിൻ്റെ വിശ്വാസം കാണുന്നു. ഇതൊക്കെയും കേട്ടപ്പോൾ മോശയ്ക്കും പ്രയാസമായി. എന്നെ എന്തിനാണ് ഇവരുടെ ഇടയിലേക്ക് അയച്ചത് എന്ന് വരെ ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. നാം പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 22 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു. പുറപ്പാട് പുസ്തകം 5:22 മോശെ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ പറയുകയും ജനം തിരിച്ച് മോശയോട് മറുപടി പറയുകയൊക്കെയും ചെയ്ത് നമ്മൾ കണ്ടു. പിന്നീട് മോശ ദൈവത്തോട് പറയുന്ന ഭാഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 5:22. അപ്പോൾ മോശെ യഹോവയുടെ അടുക്കൽ ചെന്ന്, കർത്താവേ, നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത്? നീ എന്നെ അയച്ചത് എന്ത് എന്ന് ചോദിച്ചു. ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോൻ്റെ അടുക്കൽ ചെന്നത് മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു. നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്നു പറഞ്ഞു. അങ്ങനെ ഇത് ആദ്യ തവണയല്ല ചെന്ന് പറയുന്നത്. പല തവണകളായിട്ട് മോശ ചെന്ന് പറയുമ്പോഴൊക്കെയും ഫറവോൻ വീണ്ടും വീണ്ടും ആ ജനത്തെ ഉപദ്രവിക്കുന്നു, കൂടുതൽ പ്രയാസം അവരുടെ ജീവിതത്തിൽ വരുത്തുന്നു. ഇതൊക്കെയും കേൾക്കുമ്പോൾ അതൊക്കെ അനുഭവിക്കുന്ന ജനം തിരിച്ച് മോശയോട് പറയുകയാണ്, എന്തിനാണ് ഞങ്ങളെ കൂടുതലായിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെയും പറയുമ്പോൾ മോശ ഇതൊക്കെയും കേട്ട് പ്രയാസത്തിൻ്റെ അനുഭവത്തിൽ കർത്താവായ ദൈവത്തിൻ്റെ യഹോവയെ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് പരാതി പറയുകയാണ്. എന്തിനാണ് എന്നെ അവരുടെ അടുക്കൽ അയച്ചത്? ഇതുവരെയും നീ വിടുവിച്ചതുമില്ല എന്ന് പറയുകയാണ്. പിന്നീടാണ് ദൈവത്തിൻ്റെ പ്രതികരണം വരുന്നത്. ദൈവം മോശയോട് പറയുന്ന മറുപടി 6-ാം അധ്യായം പുറപ്പാട് 6:1 വാക്യം. യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ടു അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ടു അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളി ചെയ്തു. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തെന്താ? ഞാൻ യഹോവ ആകുന്നു. അങ്ങനെ പല കാര്യങ്ങളും ദൈവം പറയുകയാണ് ചെയ്യുന്നത്. എന്താണ് ദൈവം അവിടെ ചെയ്തത്? എന്താണ് ദൈവം അവിടെ ചെയ്തത് നമ്മൾ നോക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പ്രവാചകന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, പല കാര്യങ്ങളും അവരോട് സംസാരിച്ചു, ഞാൻ അവരുമായി എൻ്റെ ഉടമ്പടി ചെയ്തു, അതുപോലെ കനാൻ ദേശം അവർക്ക് നൽകുമെന്ന് വലിയൊരു വാഗ്ദത്തം ഉറപ്പും നൽകി. എൻ്റെ വാഗ്ദാനം ഞാൻ ഓർക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. പല കാര്യങ്ങളും പൂർവ്വപിതാക്കന്മാരിൽ കൂടെ യഹോവയായ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെയ്ത കാര്യങ്ങൾ നാം ചിന്തിച്ചു. യഹോവയായ ദൈവം പല കാര്യങ്ങളും പൂർവ്വപിതാക്കന്മാരിൽ പ്രവാചകന്മാരിൽ കൂടെ ചെയ്തു. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും മോശയോട് പറയുകയാണ്. മിസ്രയീമ്യരുടെ നുകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. ഒന്നാമത്തത്, ഞാൻ അവരെ അടിമത്തത്തിൽ നിന്നും മോചിക്കും. അതുപോലെ നീട്ടിയ ഭുജത്താലും ശക്തമായ ന്യായവിധികളാലും യഹോവയായ ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുക്കും. നാലാമത്തത്, യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ സ്വന്തം ജനമായി എടുക്കും. പിന്നീട് യഹോവയായ ദൈവം അവരുടെ ദൈവമായിരിക്കും. ഈ പ്രയാസകാലങ്ങളൊക്കെയും കഴിയുന്ന ഒരു ദിനം വരും. ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇനി നിങ്ങൾ കാണുവാൻ തക്കൊണ്ട് പോവുകയാണ് ആരാണ് യഹോവയായ ദൈവം എന്നുള്ളത്. ശക്തനായ ദൈവം, ജീവനുള്ള ദൈവം ഉണ്ട് എന്ന് ഫറവോൻ അറിയുവാൻ തക്കൊണ്ടും പോകുന്നതായ നാഴിക വരുന്നു എന്ന് കാണുന്നു. അങ്ങനെ മോശയെ വീണ്ടും അയക്കുന്നു. പല കാര്യങ്ങളും അവിടെ നടക്കുന്നതായിട്ട് കാണുന്നു. അവസാന ഭാഗത്തിലേക്കൊക്കെയും കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ തക്കൊണ്ടും കഴിയുന്നതായ ഭാഗം മോശയുടെ പ്രതികരണം വീണ്ടും നമുക്ക് കാണുന്നു. 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരമാണ്. പുറപ്പാട് പുസ്തകം 6:12. അതിന് മോശെ, ഇസ്രായേൽ മക്കൾ എൻ്റെ വാക്കു കേട്ടില്ല, പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും? ഞാൻ വാഗ്വൈഭവമുള്ളവനല്ലല്ലോ എന്നുള്ളതായ
ആ ഒരു മോശയുടെ കാര്യം യഹോവയുടെ സന്നിധിയിൽ എത്തുകയാണ്. മോശ പറയുകയാണ്, എനിക്ക് സംസാരിക്കാൻ പ്രാപ്തിയില്ലാത്ത മനുഷ്യനാണ്, ഞാൻ തടിച്ചു നാവുള്ളവനാണ്, എൻ്റെ വാക്ക് ഇസ്രായേൽ ജനം കേട്ടില്ല, പിന്നെ എങ്ങനെ ഫറവോൻ കേൾക്കും? പല അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെങ്കിലും അവർക്ക് വീണ്ടും വീണ്ടും പ്രയാസത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ അവർ അതൊക്കെയും വിട്ട് പോരുന്ന ഒരു കാര്യത്തിലേക്ക് അവരെത്തുകയാണ്. എന്ത് സംഭവിക്കും ഇനി അങ്ങോട്ട്? പക്ഷേ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന ദൈവത്തിനറിയാം അവരെ എവിടെ എത്തിക്കണമെന്ന്, എങ്ങനെ അവരെ വിടുവിക്കണമെന്ന് ദൈവത്തിന് നല്ല ഒരു പ്ലാന് ഉണ്ട്. അതൊക്കെയും നമ്മൾ വഴിയെ തുടർന്ന് നമ്മൾ പഠിക്കുവാൻ കൊണ്ട് പോവുകയാണ്. എങ്ങനെയാണ് അവരെ വിടുവിക്കുന്നതൊക്കെയും എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ അന്ത്യനാളുകളിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നാം എന്തു ചെയ്യണം? നാം ഓരോരുത്തരും സ്വർഗീയ കനാൻ ദേശത്തേക്ക് പോകുന്നവരാണ്. നമ്മെ ഓരോരുത്തരെയും ഈ അന്ത്യനാളുകളിൽ സത്യസഭയുടെ അംഗങ്ങളായി വെച്ചിരിക്കുന്നത് പ്രയാസത്തിൻ്റെ, അന്ധകാരത്തിൻ്റെ, ദുഷ്ടതയുടെ ഒക്കെയും അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവരെയും ആ ദേശത്തിലേക്ക് കൂട്ടവകാശികളാക്കുവാനാണ് ദൈവം നമ്മെ ഈ ദേശത്താക്കിയിരിക്കുന്നത്. നാം എന്താണ് ചെയ്യുന്നത്? നമ്മെ ഓരോരുത്തരെയും ദൈവം മോശയെ പോലെ വിളിച്ചിരിക്കുകയാണ്. ആ കാലത്ത് മോശയെ ദൈവം വിളിച്ചു, അഹരോനെ ദൈവം വിളിച്ചു. ഇസ്രായേൽ ജനത്തെ ആ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച്, ആ അന്ധകാരത്തിൻ്റെ ആ ഒരവസ്ഥയിൽ നിന്നും വിടുവിച്ച് ആ വാഗ്ദത്ത കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം, അവകാശികളാക്കുവാൻ തക്കവണ്ണം മോശയെയും അഹരോനെയും യഹോവയെ ദൈവം വിളിച്ചു. ഈ അന്ത്യനാളുകളിൽ ജീവിച്ചിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുകയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, അത്ഭുത പ്രകാശം, ദ മാർവലസ് ലൈറ്റ് എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ അത്ഭുത പ്രകാശം അല്ലെങ്കിൽ യേശുക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുന്നതിന് വേണ്ടി ആ സ്വർഗീയ കനാൻ ദേശത്തിലേക്ക് അവരെയും അന്ധകാരത്തിൽ കിടക്കുന്ന മറ്റുള്ള എല്ലാ ഇതര ജനങ്ങളെയും സത്യമറിയാത്തവരെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് സത്യസഭയുടെ അംഗങ്ങളായിട്ട് നമ്മെ ഓരോരുത്തരെയും ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ദേശത്തിൻ്റെ കാവൽക്കാരാണ്. കാവൽക്കാർ ഉറങ്ങുവാൻ തക്കോണം പാടില്ല. മുൻകൂട്ടി ദേശത്തിന് സംഭവിപ്പാൻ പോയുന്ന കാര്യങ്ങൾ ദൈവം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നാം ആദ്യമേ കണ്ടതുപോലെ കൊരിന്ത്യ ലേഖനത്തിൽ അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിപ്പാതിരിക്കാൻ തക്കവണ്ണം നാം സൂക്ഷിച്ചു കൊള്ളുവാൻ തക്കവണ്ണം പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ഓരോരുത്തരും ഈ അന്ത്യനാളുകളിൽ ജീവിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് നല്ല രീതിയിൽ ചെയ്യുക. മോശെ ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ തക്കവണ്ണം ഫറവോൻ്റെ സന്നിധിയിൽ ചെല്ലുകയും ഫറവോൻ വിട്ടയക്കില്ല എന്ന് പറയുകയും വീണ്ടും അടിമനുഖം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും അത് കഠിനമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇസ്രായേൽ മക്കൾ വീണ്ടും കഷ്ടത്തിലാകുകയും അവർ മോശയുടെ വാക്ക് കേൾക്കുകയോ യഹോവ ആരാണെന്ന് വിശ്വസിക്കുകയോ ചെയ്യാത്ത പക്ഷം വീണ്ടും മോശയെ അയക്കുകയും അവസാനം യഹോവയായ ദൈവം അവിടെ ആ ദേശത്ത് പല കാര്യങ്ങളും പല അത്ഭുതങ്ങളും അവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വലിയ അത്ഭുതങ്ങൾക്ക് ഒടുവിൽ ഇസ്രായേൽ ജനത്തെ, അതും 1-2 പേരല്ല, ലക്ഷങ്ങൾ വരുന്ന 6 ലക്ഷം പുരുഷന്മാർ മാത്രം എന്നാണ്, കുട്ടികൾ സ്ത്രീകളൊന്നുമില്ല, പക്ഷെ അതൊക്കെയും കൂട്ടുമ്പോൾ ഒരുപാടുണ്ട്. അത്രയും പേരെ ദൈവം ശക്തിയുള്ള ഭുജം കൊണ്ട്, നീട്ടിയ ഭുജം കൊണ്ട് മോശെ മുഖാന്തരം ഫറവോൻ്റെ ആ ദേശത്തു നിന്നും ഫറവോനെ സൈന്യത്തെയും എന്നേക്കുമായി ഭൂതലത്തിൽ നിന്നും തുടച്ചു കളഞ്ഞുകൊണ്ട് അവരെ ആ വാഗ്ദത്ത കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നു. നാം ഓരോരുത്തരും ആ സ്വർഗീയ കനാൻ ദേശത്തിലേക്കുള്ള യാത്രയിലാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി നാം ഓരോരുത്തരും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അന്ത്യനാളുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഇതൊക്കെയും ദൃഷ്ടാന്തമായിട്ട്, ഉദാഹരണമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നു. അവർ ജീവിച്ചതുപോലെ ജീവിച്ചാതിരിക്കാൻ അല്ലെങ്കിൽ ജീവിപ്പാതിരിക്കാൻ തക്കവണ്ണം നാം ഒരുങ്ങുക. മറ്റുള്ളവരെ സത്യത്തിലേക്ക് അനുനയിപ്പിച്ചുകൊണ്ട് ആ അത്ഭുത പ്രകാശത്തിലേക്ക്, കർത്താവ് യേശുക്രിസ്തുവിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ആ വാഗ്ദത്തം ദേശത്തിലേക്ക്, സ്വർഗീയ കനാൻ ദേശത്തിലേക്ക് അവരെയും എത്തിക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും കൂട്ടായി പ്രവർത്തിക്കുക. ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങളെ കേൾപ്പിച്ച കർത്താവെ നല്ല ചിന്തയ്ക്കായി സ്തോത്രം. അടിയങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വളരെ ഭംഗിയായി കർത്താവെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസവും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോഴും അങ്ങയിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസ്തയോടെ ദേശത്ത് നിലനിൽക്കുവാൻ അവിടെ സഹായിക്കണം. അടിയങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ പ്രകാശം മറ്റുള്ളവരുടെ കർത്താവെ അന്ധകാരത്തിൽപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിലേക്കും പ്രകാശമാക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണം. അടിയങ്ങളിലൂടെ അങ്ങയുടെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുന്നവരായി തീരുവാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തെ ഈ ലോകത്തെങ്ങും എത്തിക്കുവാനായിട്ട് ഈ അന്ത്യനാളുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അടിയങ്ങൾ മുഖാന്തരം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങ് കർത്താവെ മേഘത്തിൽ വരുന്ന സമയത്ത് അടിയങ്ങളെ കർത്താവെ അങ്ങയോടൊപ്പം എടുക്കപ്പെടുവാനായിട്ട് ഉണ്ടാകുവാനായിട്ട് അടിയങ്ങളെ ഓരോരുത്തരും പുതുക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ കർത്താവെ കുടുംബങ്ങളെ ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ അടിയനോട് കൂടെ ശ്രവിച്ചതായ എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരുത്തരും ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം അരുളണമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.